NCP സംസ്ഥാന അധ്യക്ഷനായ PM സുരേഷ് ബാബുവിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നമുക്കിപ്പം PM സുരേഷ് ബാബു ചേരുന്നുണ്ട്. പുതിയൊരു ചുമതല കൂടി വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് പദവി ഒഴിച്ച് വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെയുള്ള പല പദവികളും പലപ്പോഴായി വഹിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കൊരു വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്തം എന്ന നിലയിൽ ഞാനിതിനെ കാണുന്നില്ല. സഹപ്രവർത്തകരെയൊക്കെ കൂട്ടി ഇണക്കി കൊണ്ടുപോകുന്ന ഒരു മികവ് വേണം എന്നുള്ളത് അറിയാം. ഒരു ദശകത്തിന് മുമ്പ് പാർട്ടികൾക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പാർട്ടിയുടെ നേതൃത്വത്തിലും പ്രവർത്തനത്തിലുമുള്ള ആളുകൾക്കെല്ലാം വ്യക്തിഗതമായ അഭിപ്രായങ്ങൾ ധാരാളമുള്ള ഒരു സാഹചര്യത്തിലാണ്. ഇപ്പോൾ എല്ലാവരുടെയും വ്യക്തിഗതമായ അഭിപ്രായങ്ങളെ കൂട്ടിയിണക്കുക എന്നുള്ളത് ദുഷ്കരവും പ്രയാസകരവുമാണെങ്കിലും അത് ഒരു നേർരേഖയിൽ നിന്നുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും പ്രവർത്തനത്തെയും നേതൃത്വത്തെയും ആശയത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പുതിയ ചുമതല എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സമ്മേളനങ്ങളും മറ്റ് നടപടിക്രമങ്ങളും ഒക്കെ പൂർത്തീകരിച്ചിട്ടാണ് പുതിയ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കാറുള്ളത്. പക്ഷേ ഇതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് അത്തരമൊരു ചുമതല കൈവന്നിരിക്കുന്നത്. അത് ഒരു പ്രത്യേക സാഹചര്യം എന്നുദ്ദേശിച്ചാൽ ജനാധിപത്യ സംവിധാനമുള്ള പാർട്ടികളിൽ എപ്പോഴും പാർട്ടി സമ്മേളനങ്ങളിൽ നിന്ന് തന്നെ അതിൻ്റെ ചുമതലക്കാരെ നിശ്ചയിക്കണമെന്നില്ല. അഖിലേന്ത്യാ നേതൃത്വങ്ങൾ ഉള്ള പാർട്ടികളാണെങ്കിൽ അവരും സംസ്ഥാന നേതൃത്വത്തിലാണെങ്കിൽ അവരും ഇടവേളയിലൊക്കെ ആവശ്യമായ പുനഃസംഘടനകൾ പാർട്ടിക്കകത്ത് വരുത്തുന്ന ഒരു കീഴ്വഴക്കം ഈ പാർട്ടിക്കകത്തുണ്ട്. ഈ ഒരു മാറ്റം ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നൊരു പ്രശ്നങ്ങളാണ്. കാരണം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായ ശ്രീ തോമസ് കെ തോമസ് സ്വാഭാവികമായും അവിടെ കുട്ടനാട്ടിലെ സ്ഥാനാർത്ഥിയായി മാറുമെന്നും ആ കുട്ടനാട്ടിലെ സ്ഥാനാർത്ഥിയായി മാറുന്ന സാഹചര്യത്തിൽ 5-8 മാസങ്ങൾക്ക് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി നിയോജക മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കേണ്ടി വരും എന്നുള്ള ഒരു രാഷ്ട്രീയ ആശയം ഉള്ളതുകൊണ്ട് അദ്ദേഹം മാറാൻ തയ്യാറാവുകയും മാറണം എന്നുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഒരു അഭിപ്രായം രൂപീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ ആ വസ്തുത നീണ്ടുപോയി. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ചർച്ചകൾക്ക് ബോംബെയിൽ അഖിലേന്ത്യാ നേതൃത്വം പവാർജിയുമായി സംസാരിക്കുമ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഒരു നേതാവിനെ മാറ്റുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ ഇടയിൽ അതിനൊരു എതിർ അഭിപ്രായമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപമതിപ്പ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പോളിംഗ് വരെ അത് അദ്ദേഹത്തെ തുടരാൻ പാർട്ടി നേതൃത്വം അനുവദിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പോളിംഗ് കഴിഞ്ഞ് പിന്നെ ഏതായാലും സ്വാഭാവികം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള യാത്രകളും കാര്യങ്ങളും കണക്കുകൂട്ടലും ഒക്കെ ആയി കൗണ്ടിങ്ങിൻ്റെ സമയമായി. കൗണ്ടിങ്ങിൽ അദ്ദേഹവും പരാജയപ്പെട്ടു, പാർട്ടി മൊത്തത്തിൽ പരാജയപ്പെട്ടു, LDF കൂടെ വല്ലാതെ പരാജയപ്പെട്ടു. ആ പരാജയങ്ങളുടെ വെളിച്ചത്തിൽ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെയും കൂടി വിലയിരുത്തിയപ്പോൾ ഒരു നേതൃത്വ ലെവലിൽ ഒരു അടിയന്തരമായ മാറ്റമാണ് ആവശ്യമെന്ന് പാർട്ടി നേതൃത്വത്തിന് കാണുകയും എന്നാൽ അതിൽ പരിഗണിക്കപ്പെടേണ്ട വ്യക്തികളെയൊക്കെ മാന്യമായി ശ്രീ തോമസിനെ അഖിലേന്ത്യാ സെക്രട്ടറിയായും പിന്നെ നേരത്തെ എൻ്റെ കൂടെ ഒപ്പമുള്ള വർക്കിംഗ് പ്രസിഡൻ്റായ ശ്രീ രാജൻ മാഷെ ഒക്കെ വർക്കിംഗ് കമ്മിറ്റിയിലെ ക്ഷണിതാവായും ഒക്കെ നിശ്ചയിച്ച് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് പാർട്ടിയിലെ അഖിലേന്ത്യാ നേതൃത്വം എടുത്തിട്ടുള്ളത്. അതുമായി എല്ലാവരും സഹകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ ചാക്കോ സാറിൻ്റെ രാജിക്ക് ശേഷം പുതിയൊരു സംവിധാനം വന്ന ശേഷം വേണ്ടത്ര ഊർജ്ജസ്വലതയോടുകൂടി പ്രത്യേകിച്ച് 2 തെരഞ്ഞെടുപ്പുകൾ നടന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും ഇപ്പോഴത്തെ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പും ഒക്കെ നടക്കുമ്പോൾ ഒരു സാധാരണ പാർട്ടി പ്രവർത്തിക്കേണ്ടുന്ന രൂപത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സ്വയം കുറ്റബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. മുൻ അധ്യക്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു MLA എന്ന രീതിയിൽ പോലും ആയിരുന്നു. തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചു പോയി അധ്യക്ഷൻ എന്നുള്ളൊരു പരാതി പാർട്ടിയോട് തന്നെ ഉയർന്നു കേട്ടതാണ്. അത്തരം പരാതി ഉൾപ്പെടെ താങ്കൾക്കുണ്ടോ? അല്ല, മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കേണ്ടതുണ്ടല്ലോ. കൃത്യമായും ഒരു സ്ഥാനാർത്ഥിയായി വരുന്ന ആൾ മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു വീഴ്ചയായിട്ടല്ല ഞാൻ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആ മണ്ഡലം ഇടത് ജനാധിപത്യ മുന്നണിക്കും NCPക്കും വേണ്ടി തിരികെ പിടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അത് നിലനിർത്തും അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ മറ്റിതര ജോലികൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്ന് സ്വയം ഒഴിവാകേണ്ടതായിരുന്നു. മറ്റൊന്ന് LDFനൊപ്പമുള്ള NCPയുടെ നിലപാടാണ്. LDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷികളിലൊന്ന് NCPയാണ്. 3 സീറ്റിലൊക്കെ മത്സരിക്കുന്നുണ്ട്. സ്വാഭാവികമായും LDFുമായിട്ടുള്ള യോജിപ്പും തുടർന്നുള്ള നീക്കങ്ങളുമൊക്കെ എങ്ങനെയായിരിക്കും?
LDF നിന്ന് ഒരു തരത്തിലുമുള്ള ചാഞ്ചാട്ടം NCP കാണിക്കില്ല. കേരളത്തിലെ NCP പൂർണ്ണമായും LDF അവിഭാജ്യ ഘടകമാണ്. LDF ഇപ്പോൾ ഒരു പരാജയം സംഭവിച്ചു എന്നതിൻ്റെ പേരിൽ LDF മാറി ചിന്തിക്കാനോ LDF വിടാനോ ഒന്നും ഒരിടത്തും ഒരു ആലോചനയില്ല. അത്തരം ആലോചനകൾ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് പൊന്തി വന്നാൽ അതിനെ നിരുത്സാഹപ്പെടുത്തും എന്ന് മാത്രമല്ല, അതിനെ വളരെ ശക്തിയായി പരാജയപ്പെടുത്തും. ഞങ്ങൾ LDF കൂടെയാണ്. ഒറ്റ ചോദ്യം കൂടി കൂട്ടിച്ചേർക്കാം. ഈ എലത്തൂർ സീറ്റിലാണ് NCP ഏറ്റവും കൂടുതൽ തർക്കമുണ്ടായത്. പ്രായം വലിയ ഘടകമായിട്ടൊക്കെ തന്നെ ചർച്ചയിലേക്ക് വന്നു. അത്തരം സീറ്റുകളെ സംബന്ധിച്ച് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ NCPക്ക് ഒരു വ്യക്തമായ നിലപാടും നയവും ഉണ്ടാവും. അല്ല, ഇത് ഇനി തിരഞ്ഞെടുപ്പിൽ ഇനി എൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിപരമായിട്ടാണ് ഞാൻ പറയുന്നത്. തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ, ഒരു വർഷം മുമ്പ് തന്നെ LDF കൂടിയിരുന്ന് തിരഞ്ഞെടുപ്പിൻ്റെ പ്രോസ്പെക്ട്സ് അവർ പരിശോധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് NCP ഉള്ളിടത്തോളം അവർ CPM അവർ CPIക്ക് ഇവർ എന്ന നിലക്കുള്ളതിനേക്കാൾ ഉപരി മൊത്തം LDF എന്ന് പറയുന്നൊരു ഫാക്ടറാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിനകത്തുള്ളൊരു വിഭാഗങ്ങൾ മാത്രമാണ്. അപ്പോൾ ഒരു വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ആ ഘടകങ്ങൾ അവിടെ ഇപ്പോൾ ആ പാർട്ടിക്ക് പ്രസക്തി ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ആ പാർട്ടി പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാൻഡിഡേറ്റിന് അവിടെ ഇവർക്ക് ജനങ്ങളുടെ ഇടയിൽ റിലവൻസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ മൊത്തത്തിൽ പരിശോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് LDF അംഗീകരിക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്കൊരവസരം ഉണ്ടെങ്കിൽ ഞാനത് LDF പറയും. വളരെ നന്ദി പ്രതികരിച്ചത്. എല്ലാവിധ ആശംസകളും. PM സുരേഷ് ബാബുവാണ് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് എന്തായാലും സംഘടനയെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ഒഴുക്കങ്ങളും പ്രവൃത്തിയും തൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ്. ജിബേഷിനൊപ്പം റിപ്പോർട്ടർ ശരത് SSN റിപ്പോർട്ടർ, കോഴിക്കോട്.